ചില ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കമാണത്. അല്ലാതെ അതിനപ്പുറത്ത് അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ ഇതുവരെ അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയതായിട്ട് അങ്ങനെ പതിവില്ല. അത്തരത്തിലൊരു മാർച്ച് ഇന്നലെ DCCയിലേക്ക് ഇഷ്ടംപോലെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക്, അതുപോലെ KPCC ആസ്ഥാനത്തേക്കൊക്കെ പലതരത്തിലുള്ള മാർച്ചുകൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ആൾക്കാരായതുകൊണ്ടാണ്. അവിടെ ആരാ ഇത് പറയുന്നത്? DYFIക്കാരാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അവരൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരാണ്. അപ്പോൾ അവർക്കത് അറിയില്ല. അല്ലാതെ ഇതിലൊന്നും വലിയ സംഭവമല്ല. ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടാവും. അപ്പോൾ പ്രകോപനം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ പറയുന്നത് തിരിച്ച് അങ്ങോട്ടൊന്നും പ്രകടിപ്പിക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞ ദിവസം എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ഭരണകക്ഷിയുടെ യുവജന സംഘടനയും കോൺഗ്രസിന്റെ യുവജന സംഘടനയും അവിടെ മത്സരിച്ചു വന്ന് ഈ അക്രമങ്ങളും പേക്കൂത്തുകളെല്ലാം കാണിച്ചത്. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളുണ്ടാവും. നമ്മുടെ കേരളത്തിൽ അത് എപ്പോഴും ഒരു നടപ്പുള്ള കാര്യം തന്നെ. ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ പൊതുവെ എല്ലാവരും അതിനോട് CPM വിയോജിപ്പ് പ്രകടിപ്പിച്ച ഈ വെള്ളാപ്പള്ളിയും BJPയും CPM-ആയിട്ടുള്ള അന്തർധാരയുടെ പാലമാണെന്നുള്ളൊരു ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അല്ല, അതിന് മറുപടി പറയേണ്ടത് CPM ആണ്. ഞങ്ങള് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളോട് തന്നെ ചോദിക്കുന്നു. അല്ല, BJPയും CPM ആണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. CPM ഓരോ സമയത്തും ഓരോ നിലപാടാണ് എടുക്കുന്നത്. ഞങ്ങൾ എല്ലാ കാലത്തും ഒരേ നിലപാടാണ് എടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വളരെ മോശക്കാരനാണെന്നാണ്, അദ്ദേഹം RSSന്റെ നാവാണെന്നാണ്. ആണോ? ഞങ്ങള് ഒരു കാലത്തും സമുദായ നേതാക്കളെ അത്തരത്തിൽ ആക്ഷേപിച്ചിട്ടില്ല. എല്ലാവരോടും ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. CPM അവരുടെ നിലപാടനുസരിച്ച്, അവരുടെ രാഷ്ട്രീയ ലാഭം അനുസരിച്ച് ഓരോ കാലത്തും ഓരോന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, BJP നേതാക്കളോടല്ല ചോദിക്കേണ്ടത്, AKG സെന്ററിൽ പോയിട്ട് ഗോവിന്ദനോടാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ടാണ് CPM അധികാരത്തിൽ വന്നതെന്നാണ് പൊതുവെ BJP നേതാക്കൾ ഉൾപ്പെടെ ആരോപിച്ചത്. ഇത്തവണ 3ാം തവണയ്ക്ക് ഒരു ഹിന്ദു പ്രീണനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോയത്. 3ാമത്തെ തവണ കിട്ടുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു? 3ാമത്തെ തവണയൊന്നും കിട്ടാൻ പോകില്ലെന്ന്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്തടിസ്ഥാനത്തിലാണ് 3ാം തവണ കിട്ടാൻ പോകുന്നത്? അതൊക്കെ ജനങ്ങളല്ല തീരുമാനിക്കും. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇപ്പോഴേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് യാതൊരു കാര്യം. ഒരുപക്ഷെ വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിട്ടില്ല, വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോയ ഒരു മഹാരഥനാണ് ഡോക്ടർ അംബേദ്കർ. എന്നാൽ നമ്മുടെ രാജ്യത്തിന് ഇത്രയും മഹത്തായ സംഭാവനകൾ നൽകിയ മറ്റൊരു പേര് ഉണ്ടോ എന്നുള്ള കാര്യവും സംശയം. നമ്മുടെ ഭരണഘടന ഇനി ഒരു 500 വർഷം കഴിഞ്ഞാലും നിത്യനൂതനമായി അത് നിലനിൽക്കും എന്നുള്ളതിന്റെ തെളിവ് അദ്ദേഹം ഭരണഘടനാ ശില്പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, എത്രമാത്രം ഹോംവർക്ക് നടത്തിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഭരണഘടന, നമ്മുടെ രാജ്യം സ്വതന്ത്രമാവുമ്പോൾ ഇങ്ങനെയൊരു ഭരണഘടന എങ്ങനെയായിരിക്കണം നമ്മുടെ സ്വതന്ത്ര ഭാരതം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അത്ര പഠനം നടത്തി, അത്ര ദേശീയ മനോഭാവത്തോടുകൂടി, രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഉത്കൃഷ്ടമായ ചിന്തയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷെ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു കാലത്തും ആദരിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ നിന്ദിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ബാബാ സാഹേബ് അംബേദ്കർ എന്ന പേര് കേൾക്കുമ്പോഴേ കോൺഗ്രസിന് കലിയാണ്, ഇപ്പോഴല്ല പണ്ടും. ബാബാ സാഹേബ് അംബേദ്കർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമ്പോ, ആദ്യത്തെ മന്ത്രിസഭയിൽ രാജിവെക്കുമ്പോ പ്രമുഖനായിട്ടുള്ള ഒരു എഡിറ്റർ, പത്രപ്രവർത്തകൻ ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്തയച്ചു. അതിനുള്ള മറുപടി അദ്ദേഹം എഴുതി കൊടുത്തത് ബാബാ സാഹേബ് അംബേദ്കർ രാജിവെക്കുന്നത് കൊണ്ട് മന്ത്രിസഭയ്ക്ക് ഒരു കുഴപ്പവും വരാൻ എന്ന് പറഞ്ഞാൽ അത്ര അവഗണനയോടുകൂടിയാണ് പണ്ഡിറ്റ് നെഹ്റു, കോൺഗ്രസ് നേതൃത്വം ബാബാ സാഹേബ് അംബേദ്കറെ കണ്ടിരുന്നത്. ഇവിടെ പന്തളം പ്രതാപൻജി പറഞ്ഞു, ബോംബെയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ 2 തവണയും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസ് നെഹ്റു പ്രത്യേക ക്യാമ്പയിൻ
ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയെ കാശ് കൊടുത്ത് വിലക്കെടുത്ത് വാങ്ങിയിട്ട് അദ്ദേഹത്തിനെതിരായി മത്സരിപ്പിച്ചു കോൺഗ്രസ്. അദ്ദേഹത്തിന് പാർലമെന്റിൽ എത്താൻ കഴിഞ്ഞില്ല, ലോക്സഭയിൽ എത്താൻ കഴിഞ്ഞില്ല കോൺഗ്രസ്കാരൻ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ എഴുതിയ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ, ഇത്രയും സാമൂഹ്യമായിട്ടുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ദേശീയ നേതാവായി ഉയർന്നു വന്നിട്ടുള്ള ബാബാ സാഹേബ് അംബേദ്കറെ ഒരു ഘട്ടത്തിൽ പോലും, ഒരു മരണശേഷം പോലും ആദരിക്കാൻ കോൺഗ്രസ് തയ്യാറായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജീവനുള്ളപ്പോൾ തന്നെ ഭാരതരത്നം എഴുതിയിരുന്നു. ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാരതരത്നം എഴുതിയിരുന്നു. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരെല്ലാവരും അവരുടെ കാലത്ത് തന്നെ ഭാരതരത്നം അവര് എഴുതിയെടുത്തെന്ന് പറഞ്ഞാൽ കളിയാക്കുന്നത്, അവർ തന്നെ എഴുതിയിട്ട് അവർ പ്രഖ്യാപിച്ചു. പക്ഷേ ബാബാ സാഹേബ് അംബേദ്കർക്ക് ഒരു കാലത്തും ഭാരതരത്നം നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. അദ്ദേഹത്തിന് ഭാരതരത്നം നൽകാൻ നോൺ കോൺഗ്രസ് സർക്കാർ ആയിട്ടുള്ള സർക്കാരാണ് തയ്യാറായത്. ബാബാ സാഹേബ് അംബേദ്കർ പല കാര്യങ്ങളിലും കോൺഗ്രസിന്റെ വർഗീയ പീഡന നയത്തോടും കോൺഗ്രസിന്റെ ദേശവിരുദ്ധ മനോഭാവത്തോടും ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370, അവിടെ പ്രത്യേകമായ അവകാശങ്ങൾ, ഇതിനെല്ലാം എതിരായിട്ടുള്ള നിലപാടായിരുന്നു ബാബാ സാഹേബ് അംബേദ്കറിനുണ്ടായത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം വേണമെന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രീണന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടായിരുന്നു ബാബാ സാഹേബ് അംബേദ്കറിനുണ്ടായത്. സംവരണം ഹിന്ദു സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിനുള്ളതാണ്, അത് മറ്റാർക്കും വീതിച്ചു നൽകാനുള്ളതല്ല എന്നുള്ള കൃത്യമായ സന്ദേശമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ബാബാ സാഹേബ് അംബേദ്കർ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് ഒരു സ്മാരകം പണിയാൻ അവിടുത്തെ മുനിസിപ്പൽ അധികൃതർ തയ്യാറായി മുന്നോട്ട് വരികയും അതിനാവശ്യമായ സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സർക്കാരിനെ സമീപിക്കുകയും ചെയ്ത് കാത്തിരുന്നിട്ടും ദശകങ്ങൾ കഴിഞ്ഞിട്ടും അതിന് അനുമതി കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായി. ഇന്ത്യയിലൊരിടത്തും ഒരു സ്മാരകം പോലും കോൺഗ്രസ് പാർട്ടി ബാബാ സാഹേബ് അംബേദ്കറുടെ പേരിൽ ഉണ്ടാക്കിയിട്ടില്ല. അംബേദ്കറുടെ പേര് വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ അംബേദ്കറുടെ നാമധേയം ആവശ്യത്തിന് ഉപയോഗിക്കുകയും, എന്നാൽ അത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അംബേദ്കറെ മറക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. അംബേദ്കർക്ക് ഉചിതമായ സ്മാരകം 5 ഇടങ്ങളിൽ, പഞ്ചതീർത്ഥങ്ങൾ എന്ന് പറഞ്ഞു, അംബേദ്കർ ജനിച്ച സ്ഥലത്ത്, അംബേദ്കർ പ്രവർത്തിച്ച സ്ഥലത്ത്, അംബേദ്കർ വിദ്യാഭ്യാസം നേടിയിടത്ത്, അംബേദ്കർ പൂർണ്ണാഹുതി ആയിടത്ത്, എല്ലായിടത്തും 5 ഇടത്തും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. വിശദാംശങ്ങളെല്ലാം ഇവിടെ വായിച്ചു പറയും, ഞാൻ അതിൽ അത്തരം സബ്ജക്ട് എടുക്കുന്നത്. അംബേദ്കറെ പൂർണ്ണമായും അനാദരിച്ചതാണ് കോൺഗ്രസ് പാർട്ടി, ആക്ഷേപിച്ചതാണ് കോൺഗ്രസ് പാർട്ടി, അവഗണിച്ചതാണ് കോൺഗ്രസ് പാർട്ടി, പരാജയപ്പെടുത്താൻ ശ്രമിച്ചതാണ് കോൺഗ്രസ് പാർട്ടി, അവഹേളിച്ചതാണ് കോൺഗ്രസ് പാർട്ടി.